AMMയുടെ ഭാഗം താരസംഘടനയാണല്ലോ, താങ്കൾ ഉൾപ്പെടുന്ന ഒരു സംഘടനയാണല്ലോ, താങ്കൾ പ്രതിനിധിക്കുന്ന ഡയറക്ടർ സംഘടനയാണല്ലോ അമ്മ എന്ന് വിളിക്കപ്പെടുന്ന AMM. അവരുടെ ഭാഗത്തു നിന്നുള്ള പ്രതികരണം എന്തായിരുന്നു? ഞാൻ പറയട്ടെ, എന്നെ കോണ്ടാക്ട് ചെയ്ത് കുറേ പേര് കോണ്ടാക്ട് ചെയ്തിരുന്നു. AMMയിലൊരു അഡ്ഹോക്ക് ഗ്രൂപ്പ് മൊത്തം എന്നെ വിളിച്ച് സംസാരിച്ചിരുന്നു. അവരിതുവരെയും പറഞ്ഞ വാക്കിനോട് നീതി പുലർത്തിയിട്ടുണ്ട്, എനിക്ക് തന്ന വാക്കുകളോട് നീതി പുലർത്തിയിട്ടുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എനിക്കറിയില്ല അവരുടെ ഭാഗത്തുനിന്നും ഇനി തെറ്റുപറ്റുമെന്ന് എനിക്കറിയില്ല. തെറ്റുപറ്റാതിരിക്കട്ടെ, നടപടികൾ അവർക്ക് വേണ്ടത് അവർ സ്വീകരിക്കട്ടെ. മറ്റ് സഹപ്രവർത്തകരെല്ലാം തന്നെ വിളിച്ചിരുന്നോ ഈ വീഡിയോ പുറത്തു വന്നതിന് പിന്നാലെ? എല്ലാ സഹപ്രവർത്തകരൊന്നും വിളിച്ചിട്ടൊന്നുമില്ല, പക്ഷേ 2-3 പേർ വിളിച്ചിരുന്നു. എനിക്ക് ഒരു പ്രധാനപ്പെട്ട പ്രശ്നം, ഈ പേര് പുറത്തു വന്നതും ആ ഒരു വിഷയത്തിലേക്ക് മാത്രം നിൽക്കാതെ ഇതൊരു വ്യാപകമായ പ്രശ്നമാണ്. അത് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ ലൈംഗിക അതിക്രമങ്ങൾക്കൊപ്പം തന്നെ പരാമർശിക്കപ്പെട്ടിരുന്നത് ലഹരി ഉപയോഗത്തെ പറ്റിയാണ്. ആ വിഷയം അവിടെ തന്നെ ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ 2-3 ആളുകളിൽ ഒതുങ്ങി നിൽക്കുകയാണ് വിൻസിക്കുള്ള ഐക്യദാർഢ്യം എന്ന് പറയുന്നത്. സിനിമാ മേഖലയിൽ മാറ്റം ഉണ്ടാകുന്നില്ല എന്നുള്ള സ്ഥിതിയല്ലേ? നാളെയും വിൻസി അലൂഷ്യസ്മാരുടെ പരാതികൾ ആവർത്തിക്കപ്പെടും എന്നുള്ളതിൻ്റെ ഉദാഹരണമല്ലേ? വിൻസി അലോഷ്യസിൻ്റെ പരാതി ഇനി ഒരിക്കലും ആവർത്തിക്കില്ല. വിൻസി അലോഷ്യസിൻ്റെ പരാതിപ്പെടലൊക്കെ കഴിഞ്ഞു. ആൻഡ് വ്യാപകമായി നിർത്തുമ്പോൾ ഇപ്പം ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഒരു ചെറിയൊരു മാറ്റം ഞാൻ കാരണം വരുന്നുണ്ടെങ്കിൽ അങ്ങനെ എത്ര പേർക്ക് നിലപാടെടുക്കാം? എത്ര പേര് എത്ര വിക്ടിംസിന് നിലപാടെടുക്കാം? എത്ര വിക്ടിംസിന് മുന്നിലോട്ട് വന്ന് ഇങ്ങനെ തുറന്നു പറയാം? ഇഫ് ദർ ഈസ് എ വിൽ, ദർ ഇസ് എ വിൽ, ദർ ഇസ് എ വേ എന്നൊക്കെ പറയുന്ന പോലെ. പക്ഷേ അതിനോട് മുന്നോട്ട് വരണം. അത് വരാത്തടത്തോളം സിനിമാ മേഖലയിൽ ഈ വക എന്താ പറയുക, ചട്ടലംഘനങ്ങളും അതുപോലെ ഈ വക പ്രവണതകളും തുടർന്നുകൊണ്ടേയിരിക്കും. മുന്നോട്ട് വരാത്തിടത്തോളം തുടർന്നുകൊണ്ടേയിരിക്കും. അങ്ങനെ മുന്നോട്ട് വരാൻ തടസ്സമാകുന്ന വിധത്തിലുള്ള ഒരു നടപടിയാണോ ഇപ്പോൾ ഈ ഫിലിം ചേംബറിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായത്? അതായത് സ്വകാര്യത സംരക്ഷിക്കുന്നില്ല എന്നുള്ളൊരു പ്രധാനപ്പെട്ട പ്രശ്നമാണ് വിൻസി ഇപ്പോൾ ചൂണ്ടിക്കാട്ടുന്നത്. ഞാൻ പറഞ്ഞില്ലേ, ഇതിപ്പം ഞാൻ ഫിലിം ചേംബറിൻ്റെ അടുത്ത് പറയുകയാണെങ്കിൽ, ഞാൻ പരാതി നൽകുന്നില്ല എന്ന് പറയുകയാണെങ്കിൽ ദാറ്റ്സ് ദ എൻഡ് ഓഫ് ദ സ്റ്റോറി, റൈറ്റ്? പക്ഷേ എനിക്ക് പുറം ലോകത്തെ അറിയിക്കേണ്ടത് എൻ്റെ സോഷ്യൽ മീഡിയയോടെ ഞാൻ അറിയിച്ചിട്ടുണ്ട്. അതുപോലെ എത്ര പേർക്ക് എന്തൊക്കെ ചെയ്യാം? അറ്റ്ലീസ്റ്റ് ഒരു പൊതുധാരണ പൊതുസമൂഹത്തിന് കൊടുക്കാനായിട്ട് പറ്റും. അതിൽ ക്രിട്ടിസൈസ് ചെയ്യേണ്ടവർ ക്രിട്ടിസൈസ് ചെയ്യും, കളിയാക്കേണ്ടവർ കളിയാക്കുന്നു. പക്ഷെ ബോധമുള്ളവർ അതിനെ ബോധപൂർവ്വം എടുക്കുകയും ചെയ്യും. അങ്ങനെ ബോധമുള്ളവരാണ്ട് സിനിമയിലും ഇനി സിനിമയിലോട്ട് വരുന്നവർ. അപ്പം ഇതൊക്കെ കണ്ട് ഒരു ധാരണയിൽ ഇതൊക്കെയാണ് സിനിമ, അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ സിനിമയിൽ നടക്കുന്നുണ്ട്, ഇനി സിനിമ നല്ല രീതിയിലാണെങ്കിൽ ഇത്രയും മനോഹരമാണ് സിനിമ എന്നും പറയാലോ നമുക്ക്. സജി നന്ദ്യാട്ട്, ജനറൽ സെക്രട്ടറി ഫിലിം ചേംബർ, നേരിട്ട് വിളിച്ച് ആവശ്യപ്പെടുകയായിരുന്നോ ഈ പരാതി എഴുതി നൽകാൻ? തീർച്ചയായും സജി നന്ദ്യാത്തും അതുപോലെ സുജിത മഠത്തിൽ ആൻഡ് റാണി എന്ന് പറഞ്ഞ 3 പേരും IC ഭാഗമായിട്ട് പരാതിപ്പെട്ടാലേ സ്ട്രോങ് ആയിട്ട് IC ഉണ്ടെന്ന് 4 പേർ അറിയുള്ളൂ എന്നൊക്കെ പറഞ്ഞ് വന്നതാണ്. എനിക്ക് എന്നുവെച്ചാൽ IC ഡെഫിനറ്റ്ലി ഒരു സിനിമയിൽ IC ഉണ്ടെന്ന് ഞാൻ പോലും അറിഞ്ഞിട്ടില്ല. പക്ഷെ ആ IC ഉണ്ടെന്ന് പൊതുസമൂഹത്തിന് അറിയിക്കേണ്ടതുണ്ട്. പക്ഷെ ICയിൽ പരാതിപ്പെടുമ്പോൾ പോലും സ്വകാര്യത കീപ്പപ്പ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ICയിൽ പോലും ആരും പരാതിപ്പെടില്ല. ഇത് ഇൻഡസ്ട്രി ആകെ ബാധിക്കും, അല്ലെങ്കിൽ മുൻപ് ഇനി വരാൻ പോകുന്ന റിലീസ് ചിത്രങ്ങളെ ഈ വ്യക്തി നായക നടനായി മെയിൻ ക്യാരക്ടറായി വരുന്ന സിനിമകൾ ഉൾപ്പെടെ ബാധിക്കും എന്നുള്ളതുകൊണ്ടാണോ വിൻസിക്ക് ഇത്ര അധികം വലിയൊരു പ്രശ്നം, ഒരു സമ്മർദ്ദം അനുഭവപ്പെട്ടത് വ്യക്തിപരമായി? ഡെഫിനറ്റ്ലി. അല്ലെങ്കിൽ എനിക്ക് ആ നടൻ്റെ പേരും പറഞ്ഞ്, ഞാനൊരു തെറ്റും ചെയ്യാത്തടത്തോളം എനിക്ക് ആ നടൻ്റെ പേരും പറഞ്ഞ് എനിക്ക് നാട്ടുകാരുടെ മുന്നിൽ ഒരു ഇത്തിരി ഹീറോ ആയിട്ട് നടന്നൂടെ? എന്തിനു ഞാനതിന് മുതിരുന്നില്ല? എനിക്ക് വ്യക്തമായ ധാരണയുണ്ട് ആ സിനിമകളെ, ഇയാളെ വെച്ചെടുക്കുന്ന സിനിമകളെ ബാധിക്കരുതെന്നുള്ളത്. ഇപ്പം ഞാനൊരു മോശക്കാരി ആയിരുന്നാൽ അത് എന്നെ വെച്ചെടുക്കുന്ന സിനിമയെ ബാധിക്കുമല്ലോ. ഡെഫിനറ്റ്ലി അത് അതിൻ്റെ മാർക്കറ്റിങ്ങിനെ ബാധിക്കും. എനിക്ക് ആ സിനിമ ടീം അത്രയും ബഹുമാനവും അത്രയും അവരോട് കടപ്പാടുമുള്ളത് കൊണ്ടാണ് ഒരു പ്രശ്നം വന്നപ്പോൾ ഇടപെടുകയും എല്ലാ രീതിയിലും അത്രയും കടപ്പാടുള്ളൊരു നല്ല മെസ്സേജുള്ള ഒരു സിനിമയാണത്. ഇയാളെ അവർ സെലക്ട് ചെയ്തെന്നൊരു തെറ്റൊഴികെ അല്ലാതെ അവർ വേറെ ഒന്നും ചെയ്തിട്ടില്ല. അത്രയും പ്രോപ്പറായിട്ട് ഉള്ളൊരു സിനിമയായിരുന്നു അത്. ആ സിനിമ ഈ ഒരു നടൻ്റെ പേരിൽ ഒരു OTT എടുക്കാതിരുന്നാൽ,
ഒരു തിയേറ്റർ റിലീസിന് ആളുകൾ ഇന്ന നടൻ്റെ സിനിമയാണോ എന്ന് കരുതി വരാതിരുന്നാൽ അത് ഞാൻ പരാതി നൽകിയത് കൊണ്ടുകൂടിയല്ലേ എന്നുള്ള കുറ്റബോധം എന്നെ വല്ലാതെ അലട്ടും. അതുകൊണ്ട് മാത്രമാണ് ഞാൻ പേര് പുറത്ത് പറയരുതെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. മിൻസി, അങ്ങനെ ഈ സജി നന്ദിയാട്ട് അതിനുശേഷം ഈ പേര് വന്നതിന് ശേഷം ഫിലിം ചേംബറിന്റെ പരാതി എഴുതി വാങ്ങിയിട്ടുള്ള ആളുകൾ പിന്നീട് ബന്ധപ്പെട്ടിരുന്നു ഈ നടന്റെ പേര് വന്ന ശേഷം? ഇല്ല. പ്രൊഡ്യൂസർ അസോസിയേഷൻ്റെ ജനറൽ സെക്രട്ടറി ബി രാകേഷ് സാർ ബന്ധപ്പെട്ടിരുന്നു. പക്ഷേ അദ്ദേഹവും ഈ പേര് പുറത്ത് പറഞ്ഞിട്ടൊന്നും എന്നോട് പറഞ്ഞിട്ടില്ല. ഞാൻ അറിഞ്ഞിട്ടും ഉണ്ടായിരുന്നില്ല. ഇന്ന് പെസഹ വ്യാഴമായിട്ട് നമ്മൾ പള്ളിയിൽ പോയി വന്നപ്പോഴാണ് ഈ അംഗങ്ങളൊക്കെ ഞാൻ അറിയുന്നത്. അദ്ദേഹത്തെ അങ്ങോട്ട് ബന്ധപ്പെടുന്നുണ്ടോ? എന്തുകൊണ്ടാണ് താൻ വ്യക്തിപരമായി ഇങ്ങനെ ഒരു നിബന്ധന വെച്ച് നൽകിയ പേര് വെളിപ്പെടുത്തിയതെന്ന് ചോദിക്കുമോ? ചോദിച്ചിട്ടൊക്കെ എന്താണ് എനിക്ക് കാര്യമുള്ളതെന്ന് എനിക്കറിയില്ല. ഞാൻ എന്തായാലും അദ്ദേഹം വെളിപ്പെടുത്തിയത് വീഡിയോസൊന്നും കണ്ടിട്ടില്ല. ഞാനൊന്ന് കാണട്ടെ, പോയിട്ട് കണ്ടിട്ട് ഒരു തിരിച്ചറിവാണല്ലോ. ഇനിയൊരു പരാതി ആർക്കും കൊടുക്കരുത്, ഒറ്റയ്ക്കൊരു നിലപാടെടുത്ത് മുന്നോട്ട് പോകും എന്നുള്ള എൻ്റെ ഏറ്റവും വലിയ തിരിച്ചറിവാണല്ലോ ഇത്. മിൻസി, എപ്പോഴാണ് ഈ പരാതി പിൻവലിക്കുക? എപ്പോഴാണ് അവരെ അങ്ങോട്ട് ബന്ധപ്പെടുക? എന്തായാലും പരാതി പിൻവലിക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞിരിക്കുന്നല്ലോ. ഞാൻ പരാതി പിൻവലിക്കുന്നത് പ്രൊഡ്യൂസർ അസോസിയേഷനിൽ നിന്നോ അമ്മയിൽ നിന്നോ അല്ല. സജി നന്ദിയാത്ത് പരാതി സമർപ്പിക്കണം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സംഘടനയുണ്ട്. അവിടെ സമർപ്പിച്ചതാണ് ഞാൻ രേഖാമൂലം. ഞാൻ വളരെ ആലോചിച്ച്, ഞാനിപ്പോഴും എൻ്റെ തീരുമാനം അതാണ്. കാരണം ആ വ്യക്തിയോടുള്ള വിശ്വാസം എൻ്റെ പോയി. അപ്പം അതാണ് എൻ്റെ തീരുമാനം. പക്ഷേ എല്ലാം വ്യക്തമായി ആലോചിച്ചിട്ട് ഞാൻ ആ തീരുമാനം എടുക്കുള്ളൂ. ഞാനിപ്പം ഒന്നും ഉടനടി ഞാൻ പിൻവലിക്കാൻ പോവാണെന്നൊന്നും ഞാനിപ്പോൾ വ്യക്തമായി പറയുന്നില്ല. പക്ഷേ വളരെ ആലോചിച്ച് തീരുമാനിച്ച് അയാൾ വിശ്വാസവഞ്ചന കാണിച്ചു എന്നുറപ്പാണെങ്കിൽ ഞാൻ പരാതി പിൻവലിക്കും. അതായത് ഫിലിം ചേംബറിന് നൽകിയ പരാതി മാത്രമാണ് പിൻവലിക്കുന്നത്. AMMAയ്ക്കും ഒപ്പം തന്നെ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ നൽകിയ പരാതി അവിടെ തന്നെ നിലനിൽക്കുകയാണ്. അവിടെ അവരെ വിശ്വാസവഞ്ചന കാണിച്ചിട്ടില്ലല്ലോ, എൻ്റെ അറിവിൽ കാണിച്ചിട്ടില്ലല്ലോ. പക്ഷേ ഇനി ആ പരാതി പിൻവലിക്കുന്നുണ്ട്, ഒരു യുക്തി അനുസരിച്ചുള്ള ചോദ്യമാണ്. ഇനി ആ പരാതി പിൻവലിക്കുന്നുകൊണ്ട് എന്തെങ്കിലും കാര്യമുണ്ടോ? ഒരു യുക്തി അനുസരിച്ചൊന്നുമില്ല, ഒരു ഉപകാരമില്ല. പക്ഷെ ഇവർ മോണിറ്റർ ചെയ്യേണ്ട, ഇവരാണ് ഇനീഷ്യലി മോണിറ്റർ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട്. അതവർ ചെയ്യണ്ട. വിശ്വാസവഞ്ചന കാണിച്ചവർ അത് ചെയ്യേണ്ട ആവശ്യമില്ല. അവർ മോണിറ്റർ ചെയ്യേണ്ടത് അവരുടെ ICയുടെ ഒരു പ്രൊസീജിയേഴ്സൊക്കെ ഉണ്ട്. ആ പ്രൊസീജിയർ ഞാനിനി ഫോളോ ചെയ്യാനും ഞാനില്ല. ഈ വിശ്വാസവഞ്ചന കാണിച്ചിട്ടുണ്ടെങ്കിൽ അതൊന്നും ഫോളോ ചെയ്യാൻ ഞാനില്ല. എന്തിനാണ് ഞാനത് കാണിക്കേണ്ടത്? ഓക്കെ, വ്യക്തമാണ്. വിൻസി അലൂഷ്യസ് ന്യൂസ് മലയാളത്തോട് വളരെ വിശദമായി സംസാരിക്കുകയായിരുന്നു. തനിക്ക് ഭയമല്ല വിശ്വാസവഞ്ചനയാണ് ഇവിടെ ഉണ്ടായിരിക്കുന്നത്. സിനിമ എന്ന് പറയുന്ന മാർക്കറ്റിനെ, ബിസിനസ്സിനെ സംബന്ധിച്ച് അത് ബാധിക്കുന്ന ഒരു തരത്തിൽ, റിലീസ് സിനിമകളെ ഉൾപ്പെടെ ബാധിക്കുന്ന വിഷയമായതിനാലാണ് താൻ ഈ പരാതി പിൻവലിക്കുന്ന ഒരു ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുന്നതെന്നാണ് വിൻസി അലൂഷ്യസ് വിശദീകരിക്കുന്നത്.